സൈനബ് അൽ ഗസാലി 1917 ഈജിപ്തിൽ ജനിച്ച ഒരു കുട്ടിയാണ്. 1917 ഈജിപ്തിലെ കെയ്റോയിലാണ് സൈനബ് അൽ ഗസാലി ജനിക്കുന്നത്. 1917 ജനിക്കുന്ന സൈനബ് അൽ ഗസാലി ചരിത്രത്തിൽ ഒരുപാട് സംഭാവനകളും ഒരുപാട് സാഹിത്യപരമായിട്ടും ആശയപരമായിട്ടും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സ്ത്രീയാണ് സൈനബ് അൽ ഗസാലി എന്ന് പറയുന്നത്. തൻ്റെ 18ാമത്തെ വയസ്സിൽ ഒരു അസോസിയേഷൻ രൂപീകരിക്കുകയുണ്ടായി. ഒരു സ്ത്രീയാണ് കേട്ടോ. ഒരു സ്ത്രീ തൻ്റെ 18ാമത്തെ വയസ്സിൽ ഒരു അസോസിയേഷൻ രൂപീകരിക്കുക, അതും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരു അസോസിയേഷൻ രൂപീകരിച്ചു. മോനിക്ക് എത്ര വയസ്സായി? 18 വയസ്സായി. ഈ 18 വയസ്സിൽ മോൻ ദാ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നു. പക്ഷേ സൈനബ് അൽ ഗസാലി സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് 18 വയസ്സിൽ ഒരു അസോസിയേഷൻ രൂപീകരിച്ചു. അത് ഈജിപ്തിൽ സ്ത്രീകളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 1990കളിൽ ജമാൽ അബ്ദുൽ നസീർ എന്ന് പറയുന്ന വളരെ ക്രൂരനായ ഒരു ഭരണാധികാരിയുടെ കീഴിൽ ഒരു അസോസിയേഷൻ രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ആ ഭരണകൂടം സൈനബിനെ ഒരുപാട് അടിച്ചമർത്താൻ ശ്രമിച്ചു. ഒരുപാട് പീഡനങ്ങൾ വന്നു, അറസ്റ്റുകൾ ഉണ്ടായി, ജയിലിൽ ഒരുപാട് തടവനുഭവിച്ചു. എന്നിട്ടും ആ ഒരു സ്ത്രീ ആ ഒരു സമൂഹത്തിൽ പിടിച്ചു നിന്ന ഒരു കഥയാണ്. ആ ഒരു കാലഘട്ടത്തിൽ യുദ്ധം ചെയ്ത ഒരു സ്ത്രീ ഉണ്ട്, നുസൈബ ബിന്ത് കഅബ് എന്ന് പറയുന്ന ഒരു സ്വഹാബി വനിത. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നുസൈബ ബിന്ത് കഅബ് കേട്ടിട്ടില്ല? ഓൻ കേട്ടിട്ടുണ്ടോ? നുസൈബ ബിന്ത് കഅബ്. അപ്പോൾ അങ്ങനെ ഒരു സ്വഹാബി വനിത ഉണ്ടായിരുന്നു പ്രവാചകന്റെ കാലഘട്ടത്തിൽ. ഉഹദ് യുദ്ധം എന്ന് കേട്ടിട്ടുണ്ടോ? ഉഹദ് യുദ്ധം. ആ ഉഹദ് യുദ്ധത്തിൽ പ്രവാചകന് മുറിവ് പറ്റി. ആ മുറിവ് പറ്റിയ വേളയിൽ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ തോറ്റുകൊണ്ടിരിക്കുന്ന ആ ഒരു യുദ്ധത്തിൽ പ്രവാചകന് മുറിവ് പറ്റുകയും തൻ്റെ കൂടെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ചിന്നിച്ചിതറി ഓടുകയും മലമുകളിൽ നിർത്തിയിരുന്ന ആളുകൾ അനുവാദമില്ലാതെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി വന്ന് ശത്രുക്കളുടെ അക്രമം നേരിടുകയും ചെയ്യുന്ന ആ സമയത്ത് നുസൈബ ബിന്ത് കഅബ് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ യുദ്ധക്കളത്തിലേക്ക് ആഞ്ഞിറങ്ങി പ്രവാചകന് ചുറ്റും ഒരു പരിചയായി നിന്നു. 15ഓളം വെട്ടുകളാണ് ആ സമയത്ത് നുസൈബയ്ക്ക് കൊണ്ടത്. 15ഓളം വാൾ വെട്ടുകൾ കൊണ്ടിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാൻ ഇടത്തേക്കും വലത്തേക്കും മുന്നിലോട്ട് നോക്കുമ്പോൾ അവിടെ കാണുന്നത് നുസൈബയാണെന്നാണ് ഞാൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു സ്ത്രീക്ക് ഇത്രയും ചങ്കൂറ്റം ഒരു സ്ത്രീക്ക് കൊണ്ടുവരാമെങ്കിൽ ഒരു പുരുഷന് എത്രത്തോളം വലിയനാവാൻ കഴിയും? പന്ത്രണ്ടോളം വെട്ടുകൾ ഒരാൾ കൊണ്ടു കഴിഞ്ഞാൽ, ഒരു വെട്ട് ഒരാൾ കൊണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ആളെന്തായി സൈഡാവും. 12 വെട്ടുകൾ കൊണ്ടിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുറ്റിനും നിന്ന് പരിചയമായി പ്രവർത്തിച്ച ആ നുസൈബ ബിന്ത് കഅബിനോട് ഉപമിക്കുകയാണ് സൈനബ് അൽ ഗസാലി എന്ന് പറയുന്ന 90കളിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയെ. ചില്ലറ കാര്യമല്ല. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നാ കുന്നാ മാ നഅിദു ഫിൽ ജാഹിലിയത്തി ലിന്നിസാഇ അംറ. ജാഹിലിയ കാലഘട്ടം എന്ന് കേട്ടിട്ടുണ്ടോ? ഇസ്ലാമിന് വരുന്നതിന് മുമ്പ് ഇസ്ലാമിന് മുമ്പ് ഒരു ജാഹിലിയ കാലഘട്ടം, ഒരു ബുദ്ധിമോശം സംഭവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആളുകൾക്ക് എങ്ങനെ പെരുമാറണമെന്നറിയാത്ത, സ്ത്രീകളെ ബഹുമാനിക്കണമെന്ന് എങ്ങനെ അറിയാത്ത, പുരുഷനോട് എങ്ങനെ മറ്റൊരു പുരുഷൻ പെരുമാറണമെന്നറിയാത്ത, ശരിക്ക് വസ്ത്രം ഉടുക്കാൻ അറിയാത്ത, ഭക്ഷണം എങ്ങനെ കഴിക്കണമെന്നറിയാത്ത ആ ഒരു ജാഹിലിയ കാലഘട്ടത്തിൽ ഇന്നാ കുന്നാ മാ നഅിദു ഫിൽ ജാഹിലിയത്തി ലിന്നിസാഇ അംറ, സ്ത്രീകൾക്ക് ഒരു തരത്തിലുമുള്ള അവകാശവും കൊടുത്തിരുന്നില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. എപ്പോഴാണ്? ഹത്താ മാ അൻസലല്ലാഹു മാ അൻസലു, അല്ലാഹു തആല ഖുർആനിൽ അവരുടെ അവകാശങ്ങളും അവരുടെ കാര്യങ്ങളും ഇറക്കുന്നത് വരെ
സ്ത്രീകൾക്ക് ഒരു തരത്തിലുമുള്ള ഒരു അവകാശവും അവർ കൊടുത്തിരുന്നില്ല. അപ്പം അങ്ങനെയുള്ള കാലഘട്ടവും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരു കാലഘട്ടമായിരുന്നു 1917, 18, 19 മുതൽ തുടങ്ങി 2005 വരെയുള്ള കാലഘട്ടത്തിൽ ഈജിപ്തിൽ ജമാൽ അബ്ദുൽ നസീർ എന്ന് പറയുന്ന വളരെ ഭീകരനായ ഒരു ഭരണാധികാരി, റിട്ടേൺ ഓഫ് ദി ഫറോവ എന്നാണ് റിട്ടേൺ ഓഫ് ദി ഫറോവ എന്നാണ് തൻ്റെ പുസ്തകത്തിൽ സൈനബ് അൽ ഗസാലി അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയത്. ഫറോവ എന്ന് എഴുതണമെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമൂഹത്തിലും ഓരോ ഫറോവമാരുണ്ടാവും. ഫറോവനറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫറോവയായിരുന്നു സൈനബിൻ്റെ കണ്ണിൽ ആര്? ജമാൽ അബ്ദുൽ നസീർ എന്ന് പറയുന്നത്. അപ്പോൾ 1936 കേട്ടോ, 36 നിങ്ങളിത് ജനിച്ചിട്ടേ ഉണ്ടാവില്ല, നമ്മൾ ജനിച്ചിട്ടുണ്ടാവില്ല, ഞാനിവിടെ ഉള്ള ആരും ജനിച്ചിട്ടുണ്ടാവില്ല. 1936 മുസ്ലിം വിമൻ അസോസിയേഷൻ രൂപീകരിച്ചു, സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട്. അതിലൂടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരുപാട് നോളജ് അവരെന്ത് ചെയ്തു? പകർന്നു നൽകി. കുട്ടികൾക്ക് എങ്ങനെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം, സ്ത്രീകൾക്ക് എങ്ങനെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്ന് പഠിപ്പിച്ചു കൊടുത്തു. പണ്ട് കാലത്ത് മലബാറിൽ തന്നെ ഉണ്ടായിരുന്നു. മലബാറിൽ 500 വർഷങ്ങൾക്ക് മുമ്പ് പോട്ടെ, ഒരു 200-250 വർഷങ്ങൾക്ക് മുമ്പ് മലബാറിൽ തന്നെ സ്ത്രീകൾക്ക് എന്തില്ല? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള അവകാശമില്ല. നമ്മുടെ ഈ മലബാറിലാണ്, ഈ ഭാഗത്തൊക്കെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാനുള്ള അവകാശമില്ല. ഭർത്താവ് എന്ത് കൊണ്ടുവരുന്നോ, എന്ത് വസ്ത്രം കൊണ്ടുവരുന്നോ അത് ഉടുക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും, വീട്ടിൽ ആഭരണമോ അല്ലെങ്കിൽ എന്ത് ഭക്ഷണം സ്വന്തമായി കഴിക്കണമെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടായത്? പ്രോപ്പർ എഡ്യൂക്കേഷൻ്റെ പ്രശ്നം കൊണ്ടാണ്. അങ്ങനെ ഒരു കാലഘട്ടം, അങ്ങനെ ഒരു പ്രശ്നം നിലവിൽ ഈജിപ്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് സൈനബ് അൽ ഗസാലി ഇങ്ങനെ ഒരു മുൻകരുതൽ എടുത്തിട്ട് ഒരു അസോസിയേഷൻ രൂപീകരിച്ചത്. ഈ അസോസിയേഷൻ രൂപീകരിക്കുകയും ഈ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഹസനുൽ ബന്ന രൂപീകരിച്ച വേറൊരു മുസ്ലിം ബ്രദർഹുഡ് അസോസിയേഷൻ ഉണ്ട്. ആണുങ്ങൾക്ക് വേണ്ടി മാത്രമായി രൂപീകരിച്ച ഒരു മുസ്ലിം ബ്രദർഹുഡ് അസോസിയേഷൻ. അത് ഹസനുൽ ബന്നയാണെന്ന് അത് രൂപീകരിച്ചു 1938. അപ്പോൾ ആ ഹസനുൽ ബന്നയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഹസനുൽ ബന്ന എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അദ്ദേഹത്തിനെ കുറിച്ച് വേറെ ദിവസം നമ്മൾ ക്ലാസ് എടുക്കാം. ഭയങ്കര വലിയൊരു പോരാട്ട വീര്യമുള്ള ഒരു പുരുഷനാണ് ഹസനുൽ ബന്ന. പോട്ടെ. അപ്പോൾ ഈ ഹസനുൽ ബന്ന സൈനബ് അൽ ഗസാലിയുടെ ഈ ഒരു പ്രവർത്തനവും ഈ ഒരു ആശയവും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വീര്യവും കണ്ടിട്ട് ബ്രദർഹുഡിൽ തന്നെ അവരുടെ ആ സ്വന്തം സംഘടനയിലേക്ക് തന്നെ സൈനബിനെ ക്ഷണിക്കുകയും അവരുടെ തന്നെ ഒരു വിമൻ അസോസിയേഷൻ ഉണ്ട്, ഇഖ്വാനുൽ മുസ്ലിമ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു മുസ്ലിം വിമൻ സംഘടനയിലേക്ക് ക്ഷണിക്കുകയും അതുവഴി ഇവർ രണ്ടുപേരും ചേർന്ന് ഈജിപ്തിലെ ജനങ്ങൾക്ക് നല്ല ഒരു സോഷ്യൽ ഒരു പുരോഗമനം ഉണ്ടാക്കാനായിട്ട് പ്രവർത്തിച്ചു. അതിനിടയ്ക്കാണ് എന്ത് വന്നത്? എല്ലാ കാലഘട്ടത്തിലും ഫറോവ ഉണ്ടാവുന്നെന്ന് പറഞ്ഞതുപോലെ ആ കാലഘട്ടത്തിൽ ഈജിപ്തിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ജമാൽ അബ്ദുൽ നസീർ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി. അപ്പോൾ ആ ഭരണാധികാരിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ ആളുകൾ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാവുമെന്ന് ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞു. ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതെന്തിനാ? ഓക്കെ, വർണ്ണങ്ങളാണ്, വർണ്ണ വിവേചനങ്ങളാണ്. ഓക്കെ, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും. ഏറ്റവും താഴ്ന്ന ജാതിക്കാരനാണ് ആര്? ശൂദ്രൻ ഏതെങ്കിലും പുസ്തകങ്ങളോ അല്ലെങ്കിൽ അറിവോ പകരുന്നതായിട്ട് അല്ലെങ്കിൽ പഠിക്കുന്നതായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ അവൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്നാണ്. ഈയം എന്നാണെന്നറിയാം? ഇരുമ്പ് ഉരുക്കിയിട്ട് അവൻ്റെ ചെവിയിൽ ഒഴിക്കണം എന്നാണ്. കാരണം എന്താണ്?
ബ്രാഹ്മണൻ നിലനിന്ന് പോകുന്നത് തന്നെ ഇവരുടെ ഈ അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ അവരറിവ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാവുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അതുപോലുള്ള ഒരു കോൺസെപ്റ്റാണ് ജമാലിനും ഉണ്ടായത്. ഇവരൊക്കെ അറിവ് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ നേതൃസ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടി വരുമെന്ന് പേടിച്ച് 1965 സൈനബുൽ ഗസാലിയെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. പിന്നീട് സൈനബുൽ ഗസാലി ഭൂരിഭാഗവും ഒരു 6-7-8 വർഷക്കാലം ജയിലിലാണ് താമസിച്ചത്. നിങ്ങൾക്കിപ്പോൾ ഗ്രീൻ വാലി ഉണ്ട്. ഗ്രീൻ വാലിയിൽ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. ഇവിടെ നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട്. കറക്റ്റ് സമയത്ത് ബെല്ലടിക്കുന്നുണ്ട്, ബാങ്ക് വിളിക്കുന്നുണ്ട്. നിങ്ങളെ നമസ്കരിക്കാനായിട്ട് സാർമാർ അടിച്ച് അങ്ങോട്ട് വിടുന്നുണ്ട്, അല്ലെങ്കിൽ തള്ളി ഉന്തിയൊക്കെ വിടുന്നുണ്ട്. എന്നിട്ടും പലരും നിസ്കരിക്കാത്തവരുണ്ടോ? ഉണ്ടാവാതിരിക്കാം, മനുഷ്യനാണ്. ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും നമസ്കരിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവും. പക്ഷേ സൈനബ് ആ ഒരു ഇരുട്ട് റൂമിൽ കിടന്നുകൊണ്ട് വെള്ളവും ഭക്ഷണവും കിട്ടാതെ ദിവസങ്ങളോളം കിടന്നിട്ടും ഒളുവെടുക്കാൻ വെള്ളമുണ്ടാകാതെ ഇരുന്നിട്ട് പോലും നമസ്കാരം ഉപേക്ഷിക്കാത്ത ഒരു സ്ത്രീയായിരുന്നു. ഇവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? വേട്ടനായ്ക്കളെ കൊണ്ട് കടിപ്പിക്കുകയും ഹൈ ഇലക്ട്രിക്കൽ വോൾട്ടേജ് ശിരസിലൂടെ കടത്തിവിട്ട് വളരെയധികം ദയനീയമായ രീതിയിൽ വേദനിപ്പിക്കുകയും ചെയ്യുകയും തൻ്റെ ആശയത്തിൽ നിന്നും പിൻവാങ്ങുകയും ചെയ്യണമെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തിയ അബ്ദുൽ നസീർ ഇതിലൊന്നും തളരാതെ സൈനബ് എന്ത് പറഞ്ഞെന്നറിയോ? ഹയാത്തി വദമി ലില്ല, എൻ്റെ ജീവനും ജീവിതവും പടച്ചവന് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഇത്രയും പീഡനങ്ങൾ അനുഭവിച്ചിട്ടും ഇത്രയും ദുരിതങ്ങൾ അനുഭവിച്ചിട്ടും എന്തുകൊണ്ട് ഒരു സ്ത്രീ ഇത്ര ധീരതയോടുകൂടി പെരുമാറി? നെഞ്ചിൽ കല്ല് കയറ്റി വെച്ച് മരുഭൂമിയിലൂടെ ആഞ്ഞു വലിക്കപ്പെടുമ്പോഴും അല്ലാഹു അഹദ് എന്ന് ഉച്ചത്തിൽ പറഞ്ഞ ബിലാൽ ഇബ്നു റവാഹിന്റെ ഉള്ളിലുണ്ടായിരുന്നു ഒന്നുണ്ട്. ശരീരമാസകലം കുന്തമുനകൾ കൊണ്ട് കുത്തി നോവിക്കുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് പറഞ്ഞ ആസിയ ബിബി റളിയല്ലാഹു അൻഹയുടെ ഉള്ളിലുണ്ടായിരുന്നു ഒന്നുണ്ട്. കുരിശിൽ ആണി തറയ്ക്കപ്പെട്ട് ശരീരമാസകലം ചോര ഒലിപ്പിച്ച് കിടക്കുമ്പോഴും തന്നെ പരിഹസിച്ച് ചിരിക്കുന്ന ശത്രുക്കളെ നോക്കി ലസ്തു ഉബാലിഹീന ഉഖ്തൽ മുസ്ലിമൻ അലാ അയി ജൻബിൻ കാന ലില്ലാഹി മസ്റഈ എന്ന് പാട്ടുപാടിയ ഹുബൈബ് ബിൻ അറത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒന്നുണ്ട്. ദിവസങ്ങളോളം ഭക്ഷണവും പാനീയവും നിഷേധിക്കപ്പെട്ടിട്ടും പല വേട്ടനായ്ക്കളെ കൊണ്ട് ശരീരമാസകലം കടുപ്പിക്കുകയും വളരെയധികം മാനസിക പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടും ലഖദ് കർറസത് ദമി വഹയാതി ലില്ലാ എന്ന് പറഞ്ഞ സൈനബ് ബിൻ ഗസാലിയുടെ ഉള്ളിലുണ്ടായിരുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? മനസ്സിൻ്റെ ഉള്ളറകളിൽ നിന്ന് ഒഴുകുന്ന ഒരു പ്രത്യേകതരം ഇഷ്ടമാണ്. ഓരോ ആത്മാവിനും താങ്ങാവുന്നതിൻ്റെ അത്ര പ്രയാസം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രയാസമുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയുമെന്നുള്ളതാണ്. ഭാവിയിൽ അതിനെ ഓവർകം ചെയ്ത് വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പടച്ചവൻ ഓരോ പരീക്ഷകളുമായിട്ട് വരുന്നത്. അം ഹസിബതും മൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനു മഅ മതാ നസ്റുല്ലാഹി അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അം ഹസിബതും മൻ തദ്ഖുലുൽ ജന്ന, വെറുതെ അങ്ങോട്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ കയറാമെന്ന് തോന്നുന്നുണ്ടോ? വെറുതെ പടച്ചവൻ ചോദിക്കുകയാണ്, വെറുതെ നിങ്ങൾ സ്വർഗത്തിൽ കയറ്റുമെന്ന് തോന്നുന്നുണ്ടോ? വലമ്മായ എത്തിക്കും മസലുല്ലദീന ഖലൗ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് സംഭവിച്ചതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാതെ വെറുതെ നിങ്ങൾ അങ്ങോട്ട് സ്വർഗത്തിൽ കയറ്റൂല. 5 നേരം തലകുത്തി മറിഞ്ഞെന്ന് വിചാരിച്ചിട്ട് സ്വർഗത്തിൽ കയറാൻ നിങ്ങൾ വിചാരിക്കണ്ട. സൈനബ് അനുഭവിച്ചതുപോലെ, ഉമർ റളിയല്ലാഹു അൻഹു അനുഭവിച്ചതുപോലെ, ബിലാൽ റളിയല്ലാഹു അൻഹു അനുഭവിച്ചതുപോലെ, സുമയ്യ റളിയല്ലാഹു അൻഹു വയറ്റിലൂടെ കുന്തം കുത്തിക്കയറ്റി ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് പറഞ്ഞ ആ ഒരു സാഹചര്യം പോലുള്ള സാഹചര്യം
നിങ്ങൾക്ക് വന്നെത്താതെ നിങ്ങളെ സ്വർഗത്തിലേക്ക് പടച്ചവൻ കയറ്റൂല എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ വരും. ആ ബുദ്ധിമുട്ടുകളെയെല്ലാം തരണം ചെയ്ത് ശക്തരായിക്കൊണ്ട് തന്നെ നിലകൊള്ളാൻ പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. ജീവിതത്തിൽ ലക്ഷ്യബോധവും മൂല്യങ്ങളുമുള്ള വിദ്യാർത്ഥികളായിട്ട് വളരണം. നമ്മുടെ ഈ ഒരു കോഴ്സിന് 5 ഇയർ ILP ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാമിന് അറബിയിൽ ഒരു നെയിം കൊടുത്തിട്ടുണ്ട്. എന്താ? ഷാബി എന്നൊരു പട്ടം കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഈ ഷാബി എന്ന് പറയുന്ന പട്ടം കൊടുത്തത്? എന്തുകൊണ്ട് ഷാബി എന്ന പേര് ഡീൻമാലി തിരഞ്ഞെടുത്തു? സമൂഹത്തിന് ഗുണം ചെയ്യുന്നവൻ എന്നുള്ള ഒരു പദത്തിൽ നിന്നാണ് ഷാബി എന്നുള്ള ഒരു പട്ടം വരുന്നത്. നിങ്ങൾ സ്വന്തം അറിവ് മനസ്സിലേക്ക് കയറ്റിയിട്ട് അത് കാത്തു സൂക്ഷിച്ച് വെക്കുവാനുള്ളതല്ല. സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹത്തിന് വേണ്ടി പണിയെടുക്കാനും മറ്റുള്ളവർക്ക് നമ്മുടെ അറിവ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടിക്കൊടുക്കാനും പറ്റുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്ന രീതിയിലാണ് ഷാബി എന്ന് പറയുന്ന ഈ ഒരു പട്ടം നിങ്ങൾക്ക് നൽകുന്നത്. പടച്ചവൻ എല്ലാവരെയും, നമ്മളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും നമ്മുടെ ഗുരുനാഥന്മാരെയും നമ്മളെ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരെയും നാളെ ആഖിറത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.